ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജിയോഗ്രഫി 10ാം സ്റ്റാൻഡേർഡ് ഒന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ PSC ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നോക്കാം, അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററാണ്, അതിലെ മൂന്നാമത്തെ പാർട്ടാണ്. അതിൽ പഠിക്കേണ്ടത് അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും എന്നൊരു ചെറിയ ടോപ്പിക്കാണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം എല്ലാവർക്കും അറിയാം. എന്താണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം? മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ അനിറോയിഡ് ബാരോമീറ്റർ. അനിറോയിഡ് ബാരോമീറ്റർ. അപ്പോൾ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഒന്നുകിൽ നമുക്ക് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് അനിറോയിഡ് ബാരോമീറ്റർ എന്ന് പറയാം. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ്? അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ഒന്നിൽ നമുക്ക് മില്ലി ബാർ എന്ന് പറയാം, അല്ലെങ്കിൽ MB, പിന്നെ ഹെക്ടോ പാസ്കൽ. അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തിന് രണ്ട് തരം യൂണിറ്റുകളുണ്ട്. ഒന്ന് മില്ലി ബാർ എന്നോ മറ്റൊന്ന് ഹെക്ടോ പാസ്കൽ എന്നോ പറയാം. അപ്പോൾ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ അനിറോയിഡ് ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റായി പറയുന്നത് മില്ലി ബാറും ഹെക്ടോ പാസ്കലുമാണ്. മില്ലി ബാറിനെ ഷോർട്ടായിട്ട് നമ്മൾ MB എന്നും ഹെക്ടോ പാസ്കലിനെ ഷോർട്ടായിട്ട് HPA എന്നും പറയും. അടുത്ത്, ശരാശരി അന്തരീക്ഷ മർദ്ദം എത്രയാണ്? സെന്റിമീറ്ററിൽ പറയുമ്പോൾ ശരാശരി അന്തരീക്ഷ മർദ്ദം 76 സെന്റിമീറ്ററും മില്ലി ബാറിലോ ഹെക്ടോ പാസ്കലിലോ പറയുമ്പോൾ ശരാശരി അന്തരീക്ഷ മർദ്ദം 1013.2 മില്ലി ബാർ അഥവാ ഹെക്ടോ പാസ്കലുമാണ്. മനസ്സിലായി കാണും. പരീക്ഷയ്ക്ക് അന്തരീക്ഷ മർദ്ദം, ശരാശരി അന്തരീക്ഷ മർദ്ദം എത്ര സെന്റിമീറ്റർ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ 76 സെന്റിമീറ്റർ എന്ന് പറയും. ഇനി ശരാശരി അന്തരീക്ഷ മർദ്ദം എത്ര MB അല്ലെങ്കിൽ എത്ര HPA, എത്ര MB എന്ന് പറഞ്ഞാൽ മില്ലി ബാർ, എത്ര ഹെക്ടോ പാസ്കൽ എന്ന് ചോദിച്ചാൽ 1013.2 മില്ലി ബാർ. മനസ്സിലായി കാണും. ശരാശരി അന്തരീക്ഷ മർദ്ദം സെന്റിമീറ്ററിൽ നമ്മൾ 76 സെന്റിമീറ്റർ എന്നും ശരാശരി അന്തരീക്ഷ മർദ്ദം മില്ലി ബാറിലോ ഹെക്ടോ പാസ്കലിലോ ആണ് ചോദ്യമെങ്കിൽ അത് 1013.2 മില്ലി ബാറുമാണ്. ക്ലിയർ? അടുത്ത് നോക്കിക്കോളൂ, അന്തരീക്ഷ മർദ്ദം എന്താണ് ഈ അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ? അതായത് അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരം, അതിനെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ക്ലിയർ? അത്രയേ ഉള്ളൂ. അന്തരീക്ഷ വായു നമ്മുടെ ഈ ഭൗമോപരിതലം ഉണ്ടല്ലോ, അവിടെ ചെലുത്തുന്ന വെയിറ്റ്, ഭാരത്തെയാണ് നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ അനിറോയിഡ് ബാരോമീറ്റർ എന്ന് പറയാം. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് മില്ലി ബാർ, മറ്റൊന്ന് ഹെക്ടോ പാസ്കൽ. ശരാശരി അന്തരീക്ഷ മർദ്ദം ചോദിക്കുമ്പോൾ സെന്റിമീറ്ററിൽ എത്രയെന്ന് ചോദിച്ചാൽ 76 സെന്റിമീറ്റർ. ശരാശരി അന്തരീക്ഷ മർദ്ദം മില്ലി ബാറിൽ എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ 1013.2 മില്ലി ബാർ എന്ന് പറയും. ഇനി എന്താ അന്തരീക്ഷ മർദ്ദം എന്ന് ചോദിച്ചാൽ അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരം, അതിന് പറയുന്ന പേരാണ് അന്തരീക്ഷ മർദ്ദം. ഓക്കെ, SCRT നന്നായിട്ട് പഠിച്ചെടുത്തോളണം. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? എന്തൊക്കെ ഘടകങ്ങളാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത്? പ്രധാനമായും 3 ഘടകങ്ങളാണ് SCRT 10ാം ക്ലാസ്സിൽ പറയുന്നത്. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് അന്തരീക്ഷത്തിലെ താപനില, ചൂട് അല്ലെ. രണ്ടാമത്തത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. മൂന്നാമത്തത് അന്തരീക്ഷ വായുവിലെ ജലാംശം, അതായത് ആർദ്രത. അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ ഏതെല്ലാം? ഒന്ന് അന്തരീക്ഷത്തിലെ താപനില, 2 സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, 3 അന്തരീക്ഷ വായുവിലെ ജലാംശം. ഇത് 3ഉമാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി അടുത്ത് നോക്കൂ, ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അത് നമുക്കറിയാം അല്ലേ? ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാനത് ബോക്സിലിടുകയാണേ. എന്താണ്? ഓരോ 10 മീറ്റർ ഉയരത്തിനും 1 മില്ലി ബാർ എന്ന തോതിൽ മർദ്ദം കുറയുന്നു. കിട്ടിയോ? ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1 മില്ലി ബാർ എന്ന തോതിൽ മർദ്ദം കുറയുകയാണ്. അപ്പോൾ 10 മീറ്റർ മുകളിൽ പോകുമ്പോൾ 1 മില്ലി ബാർ മർദ്ദം കുറഞ്ഞു. അത് 20 മീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ എത്രയായിരുന്നു? 2 മില്ലി ബാർ കുറയുന്നു. അത് 50 ആകുമ്പോഴെന്താണ്? 5 മില്ലി ബാർ കുറയുന്നു. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പോയിന്റ്. ഓരോ 10 മീറ്റർ ഉയരത്തിനും 1 മില്ലി ബാർ എന്ന തോതിൽ അന്തരീക്ഷ മർദ്ദം കുറയുകയാണ്. നോക്കൂ, ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ, തലങ്ങളല്ല പ്രദേശങ്ങൾ,
അല്ലെങ്കിൽ സ്ഥലങ്ങളെ തമ്മിലെന്ന് പറയാം. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയുടെ പേരെന്താണ്? ഐസോബാർ അഥവാ സമമർദ്ദ രേഖ എന്ന് പറയും, അല്ലെ? ഐസോബാർ. ഐസോതേംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എന്താണ് ഐസോതേംസ് എന്ന് പറഞ്ഞാൽ? ഐസോതേംസ് എന്ന് പറഞ്ഞാൽ ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്നത്, അല്ലെ? ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയുടെ പേരാണ് ഐസോബാർ. അർത്ഥം താപം കൂടുന്തോറും മർദ്ദം കുറയുന്നു, ഉയരം കൂടുന്തോറും മർദ്ദം കുറയുന്നു. ഇവിടെ പറയുന്ന എന്താണ്? താപം കൂടുന്തോറും എന്ത് ചെയ്യുകയാണ്? മർദ്ദം കുറഞ്ഞു വരികയാണ്, അല്ലേ? ഒന്നുകൂടെ നമുക്ക് നോക്കാം. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് അന്തരീക്ഷ താപനിലയാണ്, രണ്ടാമത്തത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ്, മൂന്നാമത്തത് അന്തരീക്ഷ വായുവിലെ ജലാംശമാണ്. ഇനി ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കൂടുന്നോ കുറയുന്നോ? ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു, അല്ലെ? അവിടെ ഒരു കണക്ക് പറയുന്നുണ്ടല്ലോ, ആ ബോക്സ് നോക്കൂ. ഓരോ 10 മീറ്റർ ഉയരത്തിനും 1 മില്ലി ബാർ എന്ന തോതിൽ അന്തരീക്ഷ മർദ്ദം കുറയുകയാണ്. ഇനി ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഇമാജിനറി ലൈനിന്റെ പേരെന്താണ്? അല്ലെങ്കിൽ സാങ്കല്പിക രേഖയുടെ പേരെന്താണ്? ഐസോബാർ എന്നാണ്, അല്ലെ? ഐസോബാറിന്റെ മലയാളം എന്താണ്? സമമർദ്ദ രേഖ. അപ്പൊ താപം കൂടുമ്പോഴും മർദ്ദം കുറയുന്നു, ഉയരം കൂടുന്തോറും മർദ്ദം കുറയുന്നു, താപം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? മർദ്ദം കുറയുകയാണ്. കിട്ടുന്നുണ്ടല്ലോ, അല്ലേ? ഓക്കെ, അടുത്തിലേക്ക് പോകാമോ? ഇനി നോക്കൂ, ആഗോള മർദ്ദ മേഖലകളാണ്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പോയിന്റാണ്, ഒരു ടോപ്പിക്കാണ് ആഗോള മർദ്ദ മേഖലകൾ. നോക്കൂ, എന്തൊക്കെയാണ് ആഗോള മർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ? ആഗോള മർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ എല്ലായിടത്തും ഒരേപോലത്തെ മർദ്ദമാണോ അനുഭവപ്പെടുന്നത്? മർദ്ദത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കൂ, ഭൂമധ്യരേഖയിൽ നിന്നും ഈ ഭാഗം 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കുമായ ഈ പ്രദേശത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിനെ പറയുന്ന പേരാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. എന്താ വിളിക്കുന്ന പേര്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പൊ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ പിന്നെ ഡിഗ്രി അളവ് എത്രയാണ്? 0 ഡിഗ്രിയിൽ നിന്നും 5 ഡിഗ്രി വടക്ക് 5 ഡിഗ്രി തെക്ക്. ഇനി രണ്ടാമത്തതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. 2 ഉണ്ട്, ഭൂമധ്യരേഖയുടെ വടക്കും ഉണ്ട് തെക്കും ഉണ്ട്. അതെത്രയാണ്? ഭൂമധ്യരേഖയിൽ നിന്നും 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമായ പ്രദേശത്തെ നമ്മൾ വിളിക്കുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഒന്നുകൂടെ, ഭൂമധ്യരേഖയിൽ നിന്നും 0 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമായ പ്രദേശങ്ങളെ വിളിക്കുന്ന പേര് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അർത്ഥം എന്താ പറയുന്നത്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അതായത് ഈ 30 ഡിഗ്രി വടക്കിനും 60 ഡിഗ്രി വടക്കിനും ഇടയ്ക്കുള്ള പ്രദേശവും 30 ഡിഗ്രി തെക്കിനും 60 ഡിഗ്രി തെക്കിനും ഇടയ്ക്കുള്ള പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. മനസ്സിലായിക്കൊള്ളണേ, ശ്രദ്ധിച്ചോളണം. അടുത്ത് ലാസ്റ്റിൽ പറയുന്നത് എന്താണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് 60 ഡിഗ്രി വടക്കിനും 90 ഡിഗ്രി വടക്കിനും ഇടയ്ക്കും, പിന്നെ 60 ഡിഗ്രി തെക്കിനും 90 ഡിഗ്രി തെക്കിനും ഇടയ്ക്കുള്ള മേഖലയെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ചിലയിടത്തൊക്കെ നമ്മൾ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നു, ചിലയിടത്തൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ഉച്ചമർദ്ദ മേഖല. എന്താണ് ന്യൂനമർദ്ദ മേഖല, ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്? അതായത് വായുവിന്റെ സാന്നിധ്യം കൂടുതലുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉച്ചമർദ്ദ മേഖലയെന്നും, വായുവിന്റെ സാന്നിധ്യം കുറവാണെങ്കിൽ അവിടെ നമ്മൾ ന്യൂനമർദ്ദ മേഖലയെന്നും പറയും. അപ്പൊ ഇവിടെ നോക്കൂ, എവിടെയൊക്കെയാണ് വായുവിന്റെ സാന്നിധ്യം കുറവുള്ളത്? ദാ ഇവിടെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ വായുവിന്റെ സാന്നിധ്യം കൂടുതലാണ്, അല്ലെ? ഇനി എവിടെയാണ്? ദാ ഇവിടെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല ഇവിടെയും വരും, ഇവിടെയും വരും. ഇത്രയും സ്ഥലത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ന്യൂനമർദ്ദ മേഖല. അപ്പൊ അതിന്റെ അർത്ഥം ഈ മേഖലയിൽ വായുവിന്റെ സാന്നിധ്യം കുറവ്. ഇനി ഉച്ചമർദ്ദ മേഖല നമ്മൾ പറഞ്ഞത് എവിടെയൊക്കെയാണ്? ദാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ദാ ഇവിടെയും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു, അല്ലെ? പിന്നെയോ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, അവിടെയും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇവിടെ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
അപ്പൊ നോക്കിക്കോളൂ, എവിടെയാണോ വായുവിന്റെ സാന്നിധ്യം കുറവ് അവിടെ ന്യൂനമർദ്ദ മേഖല, എവിടെയാണോ വായുവിന്റെ സാന്നിധ്യം കൂടുതൽ അവിടെ ഉച്ചമർദ്ദ മേഖല. ഒന്നുകൂടെ ഇതൊന്ന് മനസ്സിലായിക്കൊള്ളൂ. അപ്പൊ ഇവിടെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിക്ക് 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കുമായ പ്രദേശം, ഇത്രയും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇനി 0 ഡിഗ്രിക്ക് 30 ഡിഗ്രി വടക്കിനും 30 ഡിഗ്രി തെക്കിനും ഇടയ്ക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇനി ഉപധ്രുവീയമാണെങ്കിലോ 30നും 60നും വടക്കും 30നും 60നും തെക്ക്. ഇനി ധ്രുവീയമാണെങ്കിലോ 60നും 90നും തെക്കിനും 60നും 90നും വടക്കിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളെ നമ്മൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നോക്കൂ അടുത്ത്, എന്താ ഈ നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന് പറഞ്ഞാൽ അത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണ്. ഈ മേഖല മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയുടെ മറ്റൊരു പേര് ഡോൾഡ്രം അഥവാ നിർവാത മേഖല. ഒന്നുകൂടെ, നിർവാത മേഖല, മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയുടെ മറ്റൊരു പേര് നിർവാത മേഖല. നിർവാതം കാറ്റില്ലാ സ്ഥലം. കാരണം ദാ ഇവിടെ സൂര്യന്റെ പ്രകാശം നേരിട്ട് പതിക്കുന്ന മേഖലയാണ്. അപ്പൊ സൂര്യന്റെ പ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ ചൂട് കൂടുതൽ, ചൂട് കൂടുമ്പോൾ അവിടുത്തെ വായു വികസിക്കും, മുകളിലോട്ട് പോകും. അതിനെയാണ് നമ്മൾ നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന് പറയുന്നത്. മറക്കില്ലല്ലോ, ഏതിനെയാണ് നിർവാത മേഖല എന്ന് പറയുന്നത്? നിർവാത മേഖല എന്ന് പറയുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഡിഗ്രി അളവ് പറ, 0 ഡിഗ്രിക്ക് 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കും. അടുത്ത് നോക്കിക്കൊള്ളൂ, ധ്രുവീയ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടാൻ കാരണം എന്താണ്? ദാ ഇവിടെ ധ്രുവീയ അല്ല കേട്ടോ, അവിടെ ഉപധ്രുവീയാണ്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല ഇതാ ഇവിടെയും ഇവിടെയും എന്തുകൊണ്ട് ന്യൂനമർദ്ദ മേഖലയുണ്ടായി? നോക്കൂ, ധ്രുവങ്ങളുടെ അടുത്തുള്ളത് കൊണ്ട് ഇവിടെ ഉച്ചമർദ്ദ മേഖലയല്ലേ വരേണ്ടത്, ഇവിടെ എന്തുകൊണ്ട് ന്യൂനമർദ്ദ മേഖലയുണ്ടായി? അതിൻ്റെ കാരണം പറയുന്നുണ്ട്. എന്താ കാരണം? ഭൂമിയുടെ ഭ്രമണം കാരണം ഇവിടത്തെയും വായുവിനെ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതുകൊണ്ടാണ് വായു ഇല്ലാത്ത സ്ഥലമായി അവിടെ മാറുന്നതും ന്യൂനമർദ്ദ മേഖലയാകുന്നത്. അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടാൻ കാരണമെന്ത്? ഭൂമിയുടെ ഭ്രമണം കാരണം ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലെ വായു എന്ത് ചെയ്യുന്നു? ഉയർത്തപ്പെടുന്നു. അപ്പൊ ഏതിനെയാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്? 30 ഡിഗ്രി വടക്കിനും 60 ഡിഗ്രി വടക്കിനും ഇടയ്ക്കുള്ള പ്രദേശവും 30 ഡിഗ്രി തെക്കിനും 30 ഡിഗ്രി തെക്കിനുമുള്ള പ്രദേശത്തെ, അതായത് ഈ മേഖലയെയുമാണ് നമ്മൾ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അവിടെ എന്തുകൊണ്ട് ന്യൂനമർദ്ദ മേഖലയുണ്ടായി? അവിടെ കാറ്റ് വരുന്നുണ്ട്, പക്ഷെ ഭൂമിയുടെ ഭ്രമണം കാരണം അവിടുത്തെ കാറ്റിനെ ഉയർത്തപ്പെടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത്. അടുത്ത് എന്താണ് വായു പ്രവാഹം അഥവാ എയർ കറണ്ട് എന്ന് പറഞ്ഞാൽ? ലംബദിശയിൽ ഉണ്ടാകുന്ന വായുവിന്റെ ചലനത്തെയാണ് വായു പ്രവാഹം എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പൊ എന്താണ് വായു പ്രവാഹം? ലംബദിശയിൽ ഉണ്ടാകുന്ന വായുവിന്റെ ചലനത്തെ വിളിക്കുന്ന പേരാണ് വായു പ്രവാഹം അഥവാ എയർ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആഗോള മർദ്ദ മേഖല നമ്മൾ പറഞ്ഞു. പ്രധാനമായും ആഗോള മർദ്ദ മേഖലകൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഡിഗ്രി അളവ് 0 ഡിഗ്രിക്ക് 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കും. അടുത്ത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 2 എണ്ണം ഉണ്ട്, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും. ഉത്തരാർദ്ധഗോളത്തിലുള്ള ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും വടക്ക്. ഇപ്പുറത്ത് താഴെയുള്ളതാണെങ്കിലോ തെക്കുള്ളതാണെങ്കിലോ 0ക്കും 30നും ഇടയ്ക്ക് അല്ലെ. ഇനി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 2 എണ്ണം ഉണ്ട്, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും. ഉത്തരാർദ്ധഗോളത്തില് 30നും 60നും വടക്കും 30നും 60നും തെക്ക്. ഇനി 90 ഡിഗ്രിക്ക് വടക്കും തെക്കും ഉള്ളതാണ് എന്തോന്ന്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അവിടെ എന്തുകൊണ്ട് ഉച്ചമർദ്ദ മേഖല ഉണ്ടാകുന്നു? അവിടെ തണുപ്പാണ്, ധ്രുവങ്ങളല്ലേ, തണുപ്പായതുകൊണ്ട് വായു ധാരാളമായി ഉണ്ട്, അതുകൊണ്ട് അവിടെ തണുത്ത മേഖലയായി കണക്കാക്കുന്നു. അപ്പൊ അവിടെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയായിട്ട് മാറുകയും ചെയ്യുന്നു. ക്ലിയർ ആണേ? ഡോൾഡ്രം മനസ്സിലാക്കിക്കൊള്ളണം. എവിടെയാണത് ഡോൾഡ്രം സ്ഥിതി ചെയ്യുന്നത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലാണ് ഡോൾഡ്രം സ്ഥിതി ചെയ്യുന്നത്. എന്താ കാറ്റെന്ന് പറഞ്ഞാല്? കാറ്റ് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീനമായ ചലനമാണ് കാറ്റ്. എന്താണ്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീനമായ ചലനമാണ് കാറ്റ്. നോക്കൂ, ഇത് ഉച്ചമർദ്ദ മേഖല, ഇത് ന്യൂനമർദ്ദ മേഖല. ഇവിടുന്ന് ഇവിടേക്കുള്ള വായുവിന്റെ തിരശ്ചീനമായ ചലനത്തെ നമുക്ക് കാറ്റെന്ന് പറയാം. പിടികിട്ടി കാണാം. അപ്പൊ എവിടെയാണോ കൂടുതൽ വായു ഉള്ളത് അവിടെ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ ഒരു ചലനം, ആ ചലനത്തെ നമുക്ക് കാറ്റെന്ന് പറയാം. അടുത്ത്
കാറ്റിന് പേരിടുന്നത് എങ്ങനെയാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു കാറ്റ് എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റിന് പേര് നൽകുന്നത്. ഒരു കാറ്റ് എവിടെ കൂടെയാണോ വീശുന്നത്, എങ്ങോട്ടാണോ വീശുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല കാറ്റിന് പേരിടുന്നത്. അപ്പോൾ ഒരു കാറ്റ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റിന് പേരിടുന്നു. ഇപ്പൊ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റ് കരക്കാറ്റ്, കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് എന്താണ്? കടൽക്കാറ്റ്. പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്ന കാറ്റ് പർവ്വതക്കാറ്റ്, താഴ്വരയിൽ നിന്ന് പർവ്വതത്തിലേക്ക് വീശുന്ന കാറ്റ് താഴ്വരക്കാറ്റ്. അപ്പോൾ എവിടെ നിന്നാണോ ഒരു കാറ്റ് ഉത്ഭവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റുകൾക്ക് പേരിടുന്നത്. ഇനി എന്താണ് കോറിയോലിസ് ബലം എന്ന് പറഞ്ഞാൽ? കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോറിയോലിസ് ബലം. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോറിയോലിസ് ബലം എന്ന് പറഞ്ഞാൽ? അതായത് ഈ നമ്മുടെ ഈ ഭൂമിയിൽ സ്വയം ചലിക്കുന്ന ചില വസ്തുക്കളുണ്ട്, ചില സാധനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അതിലൊന്ന് തിരമാല, സ്വയം ചലിക്കുകയാണ്. മറ്റൊന്ന് കാറ്റ്. അപ്പൊ ഇവ ഉത്തരാർദ്ധ ഗോളത്തിൽ അതിൻ്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ട്, നമുക്കിവിടെ കോറിയോലിസ് ബലം തന്നെ എടുക്കാം. കോറിയോലിസ് ബലം കാരണം ഉത്തരാർദ്ധ ഗോളത്തിൽ കാറ്റ് അതിൻ്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ട് വീശും. ദക്ഷിണാർദ്ധ ഗോളത്തിൽ അതിൻ്റെ സഞ്ചാര ദിശയുടെ ഇടത്തോട്ടും വീശും. ഇതാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഭൂമി, ഭൂമധ്യരേഖ, ഉത്തരാർദ്ധ ഗോളം, ദക്ഷിണാർദ്ധ ഗോളം. അപ്പോൾ എന്താണ് കോറിയോലിസ് ബലം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞത്? കാറ്റ് ഉത്തരാർദ്ധ ഗോളത്തിൽ അതിൻ്റെ സഞ്ചാര ദിശയുടെ വലത്തോട്ട് വീശും. ഇത് ഉത്തരാർദ്ധ ഗോളമാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാറ്റിന് നേരെ പോകാൻ പറ്റില്ല. അപ്പോൾ വലത്തോട്ട് വീശും. ആ കാറ്റ് ഇവിടെ നിന്ന് സഞ്ചരിച്ചിട്ട് വലത്തോട്ട് വീശണം, അല്ലേ? ഇവിടെ നിന്നാണ് ഒരു കാറ്റ് ഉത്ഭവിക്കുന്നത് വിചാരിച്ചോ, അതിൻ്റെ വലത്തോട്ട് വീശും. ഉത്തരാർദ്ധ ഗോളത്തിൽ വലത്തോട്ട് വീശും, ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടത്തോട്ട് വീശും. ഇതിനെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ക്ലിയർ? ഒന്നുകൂടെ. കാറ്റ് ഭൂമിയുടെ ഭ്രമണം കാരണം ഉത്തരാർദ്ധ ഗോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വീശും. മനസ്സിലായല്ലോ? കോറിയോലിസ് ബലം ഉത്തരാർദ്ധ ഗോളത്തിൽ കാറ്റ് അവയുടെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് വീശും, ദക്ഷിണാർദ്ധ ഗോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. എളുപ്പമല്ലേ മക്കളെ? ഒന്നുകൂടെ. എന്താ കാറ്റ്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീനമായ ചലനം. ഈ ചാ അല്ല കേട്ടോ, ശായും ചായുമാണ്. തിരശ്ചീനമായ ചലനമാണ് കാറ്റ്. ഒന്നുകൂടെ. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ് കാറ്റ്. ഒരു കാറ്റിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? എവിടെ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റിന് പേര് കൊടുക്കുന്നത്. കോറിയോലിസ് ബലം എന്താണ്? കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് കോറിയോലിസ് ബലം. കോറിയോലിസ് ബലം എന്താണ്? കോറിയോലിസ് ബലം കാരണം ഉത്തരാർദ്ധ ഗോളത്തിൽ കാറ്റ് അവയുടെ സഞ്ചാര ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിൽ അവയുടെ സഞ്ചാര ദിശയുടെ ഇടത്തേക്കും വീശും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോറിയോലിസ് ബലം എന്ന് പറയും. ഓക്കെ. കാറ്റിൻ്റെ ശക്തി, വേഗത എന്നിവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ഒരു കാറ്റ് അതിൻ്റെ ശക്തി എത്ര, അതിൻ്റെ വേഗത എങ്ങനെ, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദച്ചരിവ് ബലം, പ്രഷർ ഗ്രാഡിയന്റ് ഫോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ കാറ്റിൻ്റെ ശക്തി, കാറ്റിൻ്റെ വേഗത എന്നിവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മർദ്ദച്ചരിവ് ബലം. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഘർഷണ ബലം. ഒന്നുകൂടെ. കാറ്റിൻ്റെ ശക്തിയെയും കാറ്റിൻ്റെ വേഗതയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മർദ്ദച്ചരിവ് ബലവും ഘർഷണ ബലവുമാണ്. അടുത്ത്, തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിനുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദച്ചരിവ്. അപ്പൊ എന്താ മർദ്ദച്ചരിവ് എന്ന് പറഞ്ഞാൽ? തിരശ്ചീനമായ തലത്തിൽ മർദ്ദത്തിന്റെ അളവിനുണ്ടാകുന്ന വ്യതിയാനം, മാറ്റം, ചരിവ്, അല്ലെ? അടുത്ത്, കുന്നുകള്, വനങ്ങള്, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയ ഉയർന്ന ഘർഷണം കാറ്റിന്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, കുന്നുകളും മലകളും വലിയ ബിൽഡിങ്ങുകളും ഒന്നുമില്ല, അവിടെ കാറ്റ് ശക്തമായി വീശും. എന്നാൽ കുന്നുകള്, മലകള്, പർവ്വതങ്ങള്, ബഹുനില മന്ദിരങ്ങള് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കാറ്റ് കർഷണം തട്ടിയേ പോവുകയുള്ളൂ. അപ്പൊ കാറ്റിന്റെ ശക്തി കുറയും. അത്രേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ കുന്നുകളും മലകളും രാജ്യങ്ങളും പർവ്വതങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ കാറ്റിന്റെ ശക്തി കുറവാണ്. എന്നാൽ ദക്ഷിണാർദ്ധ ഗോളത്തിലാണെങ്കിലോ കാറ്റിന്റെ ശക്തി കൂടുതലും ആണ്. ക്ലിയർ അല്ലേ?
അപ്പോൾ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. മറക്കണ്ട, കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ ആണ്. കാറ്റിന്റെ വേഗത അളക്കുന്നത് അനിമോമീറ്ററും കാറ്റിന്റെ ദിശയെ സൂചിപ്പിക്കുന്നത് വിൻഡ് വെയിനും. അപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? കാറ്റിന്റെ ശക്തി, കാറ്റിന്റെ വേഗത എന്നിവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മർദ്ദചരിവ് ബലവും ഘർഷണ ബലവുമാണ്. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിനുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ്. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിന് വ്യതിയാനം ഉണ്ടാകും, അതിനെ മർദ്ദചരിവ് എന്ന് പറയും, അല്ലെ? ഇനി എന്താണ് ഘർഷണം എന്ന് പറഞ്ഞാൽ? കുന്നുകള്, മലകള്, വനങ്ങള്, വലിയ വലിയ മനുഷ്യനിർമ്മിതികള് തുടങ്ങിയവ ഘർഷണം കാറ്റിന്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. എവിടെയാണോ തടസ്സങ്ങളില്ലാത്തത് അവിടെ കാറ്റ് ശക്തമായി വീശുന്നു. എവിടെയാണോ പർവ്വതങ്ങളും മലകളും ബഹുനില മന്ദിരങ്ങളും ഒക്കെ ഉള്ളത് അവിടെ കാറ്റിന്റെ ശക്തി കുറയുന്നു. ഇത്രയേ ഉള്ളൂ, അല്ലെ? പിന്നെ കാറ്റിന്റെ ഗതി അളക്കുന്ന കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്ററും കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം വിൻഡ് വെയിനുമാണ്. തിരിഞ്ഞു പോണ്ട, വേഗത അളക്കുന്നത് അനിമോമീറ്റർ, കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്നത് വിൻഡ് വെയിനുമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിയുള്ളൂ കാറ്റ് നമ്മൾ പറഞ്ഞു ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീനമായ ചലനത്തെ കാറ്റെന്ന് പറയുന്നു. കാറ്റ് എത്ര ടൈപ്പ് കാറ്റുണ്ടെന്ന് നോക്കൂ. സ്ഥിരവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, പിന്നെന്താണ് പ്രാദേശികവാദങ്ങൾ, സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. അപ്പൊ കാറ്റ് എത്ര തരം? പ്രധാനമായും 4 ടൈപ്പാണ്. ഇതിനെ നമ്മൾ വീണ്ടും തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. 4 ടൈപ്പ് കാറ്റുകളുണ്ട്. അപ്പൊ എന്താ സ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ? വർഷം മുഴുവൻ ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളെ സ്ഥിരവാദങ്ങൾ എന്ന് പറയും. വർഷം മുഴുവൻ ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളെ സ്ഥിരവാദങ്ങൾ എന്ന് പറയും. ഇനി നിരന്തരവാദങ്ങളെന്നും ആഗോളവാദങ്ങളെന്നും സ്ഥിരവാദങ്ങളെ വിളിക്കുന്നു. അപ്പൊ സ്ഥിരവാദങ്ങളുടെ മറ്റ് പേരുകൾ എന്തെല്ലാം? നിരന്തരവാദങ്ങളെന്നും ആഗോളവാദങ്ങളെന്നും വിളിക്കുന്നത് സ്ഥിരവാദങ്ങളെയാണ്. ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ സ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ആഗോള മർദ്ദ മേഖല നമ്മൾ നേരത്തെ കണ്ടു, അല്ലെ? അതായത് 0 ഡിഗ്രിക്ക് 5 ഡിഗ്രി വടക്ക് തെക്ക്, 0ക്ക് 30നും വടക്ക് തെക്ക്, പിന്നെ 30നും 60നും വടക്ക് തെക്ക്, 60നും 90നും വടക്ക് തെക്ക് ആഗോള മർദ്ദ മേഖല. അപ്പൊ ഈ ആഗോള മർദ്ദ മേഖലകൾക്ക് ഇടയിൽ വീശുന്ന കാറ്റുകളെ നമ്മൾ സ്ഥിരവാദങ്ങൾ അഥവാ ആഗോളവാദങ്ങൾ എന്ന് പറയുന്നു. ഒന്നുകൂടെ പറയാം. കാറ്റുകൾ എത്ര തരം? പ്രധാനമായും 4 തരം. ഏതൊക്കെയാണ്? 1 സ്ഥിരവാദം, 2 കാലികവാദം, 3 പ്രാദേശികവാദം, 4 അസ്ഥിരവാദം. എന്താ സ്ഥിരവാദങ്ങളെ പറ്റി പറയുന്നത്? വർഷം മുഴുവനും ഒരേ ദിശയിൽ വീശുന്ന കാറ്റ് ഏത്? സ്ഥിരവാദം. ഒന്നുകൂടെ, വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളെ സ്ഥിരവാദം എന്ന് പറയുന്നു. സ്ഥിരവാദങ്ങളുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? നിരന്തരവാദങ്ങളെന്നും ആഗോളവാദങ്ങളെന്നും വിളിക്കുന്നത് സ്ഥിരവാദങ്ങളെയാണ്. ഈ സ്ഥിരവാദങ്ങൾ എവിടെയാണ് വീശുന്നത്? ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ. ഓക്കെ, പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. സ്ഥിരവാദങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങൾ, അതായത് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങൾ ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇവിടെ കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല SCERT-യിൽ. അവിടെ പക്ഷേ വിശദമായിട്ട് നമുക്ക് PSC ക്ലാസ്സിൽ പിന്നെ പഠിക്കാം. അപ്പൊ ഇവിടെ SCERT പറയുന്നത് സ്ഥിരവാദങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങൾ ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഒന്നുകൂടെ, പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇനി എന്താണ് നോക്കൂ. ITCZ അഥവാ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഉത്തര ദക്ഷിണാർത്ഥ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് ITCZ. അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് പോകുന്ന, അതായത് ഉത്തര ദക്ഷിണാർത്ഥ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെയാണ് നമ്മൾ എന്ന് പറയുന്നത്? ITCZ എന്ന് പറയുന്നത്. ഉദാഹരണം വേഗം ഞാനൊന്ന് പറഞ്ഞുതരാമേ. ഇത് ഭൂമധ്യരേഖ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ലേ കാറ്റ്, ഈ ഒരു കാറ്റാണ്. ഇത് വേറൊരു കാറ്റാണ്. ഓക്കെ,
അപ്പോൾ ഈ രണ്ട് കാറ്റുകളും വന്ന് സംഗമിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇതിനാണ് നമ്മൾ നേരത്തെ ഡോൾഡ്രം എന്ന് പറയുന്നത്. ഈ ഡോൾഡ്രം എന്ന് പറയുന്ന ആ മേഖല തന്നെയാണ് ITCZ. അപ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ മറ്റൊരു പേരെന്താണ്? ITCZ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ ഡോൾഡ്രം എന്ന് വിളിക്കുന്നു, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ ITCZ എന്ന് വിളിക്കുന്നു. ഒന്നുകൂടെ, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുടെ മറ്റ് പേരുകൾ എന്തെല്ലാം? നിർവാത മേഖല അഥവാ ഡോൾഡ്രം, ഇവിടെ ITCZ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങൾ ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. എന്താണ് ITCZ? അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ. ഇനി ഉത്തര ദക്ഷിണാർത്ഥ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? അത് ITCZ. ക്ലിയർ ആണ് മക്കളെ? അപ്പോൾ നമ്മുടെ ജോഗ്രഫിയുടെ മൂന്നാമത്തെ പാർട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ഈ ക്ലാസ് കാണുന്നവർ നമ്മുടെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.